ഇന്ന് സുപ്രധാനമായ ദിനമാണ്. നടി ആക്രമണക്കേസിൽ കോടതി ഒടുവിൽ വിധി പറയുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ എന്താണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ എന്ന കാര്യത്തിലാണ് പ്രധാനമായും തീരുമാനമുണ്ടാകുന്നത്. 3:30 സുപ്രധാനമായ വിധി കൊച്ചി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി ഉണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ കോടതിയിൽ സുപ്രധാനമായ ചില വാദങ്ങളൊക്കെ ഉന്നയിക്കിയിട്ടുണ്ട്. ഈ വാദങ്ങളിൽ എന്ത് നിലപാട് കോടതി എടുക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യങ്ങളിലൊക്കെ വിധി ഉണ്ടാകുമെന്നതാണ് സാഹചര്യം. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഒന്നാം പ്രതിയാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തെത്തുന്നത് എന്ന നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട്. അമ്മ അസുഖബാധിതയാണെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും ഒന്നാം പ്രതി പൾസർ സുനി ആവശ്യപ്പെട്ടു. തെറ്റ് ചെയ്തിട്ടില്ലെന്നായിരുന്നു മറ്റ് പ്രതികളുടെ വാദം. കുടുംബ പശ്ചാത്തലം പറഞ്ഞ് ചില പ്രതികൾ കോടതിയിൽ പൊട്ടിക്കരഞ്ഞിട്ടുമുണ്ട്. അതിനിടെ കോടതി നടപടികൾ സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് വാദത്തിനിടെ മാധ്യമങ്ങൾക്കും അഭിഭാഷകർക്കും കോടതിയുടെ മുന്നറിയിപ്പും ഉണ്ടായിട്ടുണ്ട്. തൻ്റെ ഭൂതകാലം വേണമെങ്കിൽ പരിശോധിച്ചോളൂ, പക്ഷേ കോടതിയുടെ നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം. സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാവർക്കും ബാധകമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൽ ആദ്യം കുറ്റക്കാരെ കണ്ടെത്തിയ വിധി വന്ന സമയത്ത് അതിനുശേഷം നടന്ന ചില പരാമർശങ്ങളടക്കം ഒരുപക്ഷെ ഇത്തരം ഒരു പരാമർശത്തിന് കോടതിക്ക് കാരണമായിട്ടുണ്ടാവാം. അതുകൂടിയാവാം ആ സാഹചര്യങ്ങൾ ഇങ്ങോട്ട് പോയതിന് പ്രതീക്ഷിക്കുന്നു. വിയൂർ ജയിലിൽ നിന്നും പ്രതികളെ ഇന്ന് രാവിലെ കോടതി ചേർന്ന് തൊട്ട് പിന്നാലെ തന്നെയാണ് അവരെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുവന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ വിധിയിൽ സംഭവിക്കുക. കാത്തിരിക്കുന്ന 3:30 കോടതി വിധിയിൽ ആർക്കൊക്കെ കടുത്ത ശിക്ഷകളിലേക്ക് കടക്കും, വകുപ്പുകളെല്ലാം ഏത് ചുമത്തപ്പെട്ട വകുപ്പുകൾ അനുസരിച്ചുള്ള ശിക്ഷകൾ എവിടം വരെ എത്തും എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. വിശദമായി നോക്കാം. ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് ആദ്യം ചേരുന്നുണ്ട്. ടോം, കോടതി ഇന്ന് ഈ ശിക്ഷവിധിക്ക് മുമ്പുള്ള വാദം കേൾക്കുന്നതിനിടെ ചില പരാമർശങ്ങൾ നടത്തുന്നു, ഒപ്പം പ്രോസിക്യൂഷന് പറയാനുള്ള വാദങ്ങൾ കേൾക്കുന്നു. എന്തായാലും പ്രോസിക്യൂഷൻ വിശദമായ ചില കാര്യങ്ങൾ കോടതിയെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമാക്കാൻ കോടതി നിന്നിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ന് തന്നെ താൻ വിധി പറയുമെന്ന മുന്നറിയിപ്പ് കോടതി നൽകിയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സൂചനയനുസരിച്ച് പൾസർ സുനിയിലേക്ക് മുഖ്യപ്രതിയിലേക്ക് വലിയ ശിക്ഷ, മറ്റ് പ്രതികൾക്ക് പ്രോസിക്യൂഷൻ ചുമത്തപ്പെട്ട എല്ലാ വകുപ്പുകളും അനുസരിച്ചുള്ള ശിക്ഷകൾ കിട്ടാനുള്ള സാധ്യത മുന്നിൽ കാണാൻ കഴിയുന്നുണ്ടോ? കോടതി ചില സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ടോ? സജിത്ത്, കേരളം കഴിഞ്ഞ 8.5 വർഷത്തിലധികമായി കാത്തിരുന്ന ദിവസമാണിത്. ഇനി 1.5 മണിക്കൂർ മാത്രം നീണ്ട കാത്തിരിപ്പേ ഉള്ളൂ. പൾസർ സുനി ഉൾപ്പെടെ ഈ നടിയാക്രമണ കേസിലെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നറിയാനുള്ള ഒരു കാത്തിരിപ്പാണിത്. 3:30 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് വിധി പറയുകയാണ്. ഇന്ന് 11 മണിക്ക് ശേഷം ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി തുടങ്ങിയത് മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പുമായാണ്. അതായത് തൻ്റെ ഭൂതകാലം പരിശോധിക്കാം, പക്ഷേ കോടതിയുടെ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൃത്യമായും നൽകിയിട്ടുണ്ട്. കാരണം അത്ര അധികമായി ഒരു വിമർശനം കേട്ട ഒരു കേസ് കൂടിയാണിത്. കോടതിക്കെതിരെ, ജുഡീഷ്യറിക്കെതിരെ വിമർശനം ഉയർന്ന ഒരു കേസ് കൂടിയാണ്. സാധാരണഗതിയിൽ ചില കേസുകളിൽ വിധി വരുമ്പോൾ ആ വിധിയെ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കോടതിയെ, ജഡ്ജിയെ വ്യക്തിപരമായി പോലും വിമർശിച്ച, ജുഡീഷ്യറിയെ ചോദ്യം ചെയ്ത ഒരു കേസ്, അത്തരം പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്. തുടക്കം മുതൽ നമ്മൾ കണ്ട അത്ര നാടകീയമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചൊരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലാ കോടതി സമുച്ചയം നിരവധി നാടകീയമായ സംഭവങ്ങൾക്ക്, അതായത് പൾസർ സുനിയുടെ കീഴടങ്ങൾ മുതൽ പിന്നീട് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് മുതൽ അങ്ങനെ പല സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കോടതി സമുച്ചയം കഴിഞ്ഞ ഈ ഡിസംബർ 8-ാം തീയതി ഉണ്ടായ ഒരു സാഹചര്യമല്ല ഇന്ന് ഈ കോടതി പരിസരത്തുള്ളത്. അന്ന് ദിലീപ് ഈ കേസിൽ പ്രതിയായിരുന്നു. ദിലീപ് 8-ാം പ്രതിയായിരുന്നു. ദിലീപിൻ്റെ വിധി എന്തെന്നറിയാനുള്ള കാത്തിരിപ്പായിരുന്നു. അതിനുവേണ്ടി ദിലീപിൻ്റെ ആരാധകർ നിരവധി പേരുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കോടതിയിൽ നമുക്ക് കോടതി പരിസരത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് 6 പേർ മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. ദിലീപ് ഉൾപ്പെടെ 4 പേരെ വെറുതെ വിട്ടു. പൾസർ സുനി ഉൾപ്പെടെയുള്ളവർക്ക് എന്താണ് ശിക്ഷ എന്നാണ് അറിയേണ്ടത്. അതിൽ പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ വേണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പൾസർ സുനി ഉൾപ്പെടെ, പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, അതോടൊപ്പം വിജീഷ്, വടിവാൾ സലീം, പ്രദീപ്, ഈ 6 പ്രതികൾക്കും സമാനമായ കുറ്റകൃത്യമാണ്. 12 വകുപ്പുകൾ ഇവർക്കെതിരെ തെളിഞ്ഞിരുന്നു. അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള വകുപ്പ് കൂട്ടബലാത്സംഗമാണ്. പക്ഷേ ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത് ഈ കൂട്ടബലാത്സംഗമല്ല, അതായത് ബലാത്സംഗം, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്, ബലാത്സംഗം ചെയ്തത് പൾസർ സുനിയാണ്.
പക്ഷേ പ്രോസിക്യൂഷൻ ഇവിടെ ഉന്നയിച്ച ഈ ശിക്ഷാവിധിന്മേലുള്ള വാദത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം സഹായം നൽകിയവരാണ്, അതുകൊണ്ട് തന്നെ അവർക്കും തത്തുല്യമായ ശിക്ഷ നൽകണം. വളരെ വൈകാരികമായിട്ടുള്ള ചില സംഭവങ്ങൾക്കുൾപ്പെടെ ഇന്ന് കോടതി സാക്ഷ്യം വഹിച്ചു. അതായത് ചില പ്രതികൾ പൊട്ടിക്കരഞ്ഞു, ചിലർ അവരുടെ കുടുംബത്തിൽ, അത് പൾസർ സുനി പറഞ്ഞത് എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, രോഗിയാണ്, മറ്റു പ്രതികൾ തനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങനെയുള്ള വാദങ്ങൾ ഉൾപ്പെടെ അവർ ഉന്നയിച്ചിട്ടുണ്ട്. പ്രായം പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായിരിക്കും വിധി? അഡ്വക്കേറ്റ് CN പ്രകാശ്, നമ്മുടെ നിയമകാര്യ ലേഖകൻ, ചേരുന്നുണ്ട് തത്സമയം. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഈ ഒരു കേസ് നമുക്കിനി അറിയേണ്ടത് പൾസർ സുനിക്കും മറ്റു കൂട്ടാളികൾക്കുമുള്ള ശിക്ഷ എന്താണെന്നാണ്. കോടതി അവസാനം നൽകിയ സൂചന അനുസരിച്ച് ഇതിൽ പൾസർ സുനി മാത്രമാണ് നേരിട്ട് പങ്കെടുത്തത്, അത് ബലാത്സംഗം ചെയ്തത്. പക്ഷേ പ്രോസിക്യൂഷൻ മറ്റ് പ്രതികൾക്കും സമാനമായ ശിക്ഷ വിധിക്കണമെന്ന ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്ത് പ്രതീക്ഷിക്കാം? ഇതിൽ ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് എന്ന് പറയുന്നത് 376D ആണ്. അതായത് കൂട്ടബലാത്സംഗത്തിൽ നേരിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നത് അക്യൂസ്ഡ് നമ്പർ 1 പൾസർ സുനിയാണ്. അതുകൊണ്ട് പൾസർ സുനിക്ക് ഈ 376D ഒഫൻസിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് മിനിമം 20 വർഷം, മാക്സിമം ലൈഫാണ്, ജീവപര്യന്തം. അപ്പോൾ ഒന്നാം പ്രതിക്ക് ആ ശിക്ഷ ലഭിക്കണം എന്നും മറ്റു പ്രതികൾക്കും സമാനമായ ശിക്ഷ ലഭിക്കണമെന്ന് ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ ഇന്ന് നടന്ന വാദത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ A1, അതായത് അക്യൂസ് നമ്പർ 1 മാത്രമാണല്ലോ ഈ ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ചെയ്തിട്ടുള്ളത് എന്ന മറുചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ പ്രോസിക്യൂഷൻ അതിന് മറുപടി നൽകിയത് 120B ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി, അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ. അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷ നൽകണം എന്ന വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും ഒന്നാം പ്രതിക്കും ഒരേ ശിക്ഷ നൽകണമോ എന്ന കാര്യത്തിൽ കോടതി ആവർത്തിച്ച് ചോദ്യമുയർത്തി. കാരണം ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികൾ അവരുടെ സഹായം, എയ്ഡില്ലായിരുന്നു എങ്കിൽ ഒന്നാം പ്രതിക്ക് ഈ ഒഫൻസ്, ഈ കൂട്ടബലാത്സംഗം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാക്സിമം ജീവപര്യന്തം, മിനിമം 20 വർഷം ഉള്ള ഒഫൻസാണ് 376D. അതുകൊണ്ട് ഒന്നാം പ്രതിക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് 2 പ്രതികളുടെ കാര്യത്തിൽ ഒരു പക്ഷേ ജീവപര്യന്തമോ അല്ലെങ്കിൽ 20 വർഷമോ എന്ന കാര്യത്തിൽ ചില ഇളവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ശിക്ഷാവിധി ആയി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമായും നടന്ന വാദങ്ങളിൽ പ്രതികൾക്ക് എന്ത് പറയാനുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായി കോടതി ആരാഞ്ഞത്. ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഇതിന്മേൽ വാദങ്ങൾ, സെൻറ്റൻസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉയർത്താൻ സാഹചര്യമുണ്ടായി. പ്രതികളുടെ അഭിഭാഷകർക്കും വാദങ്ങൾ ഉയർത്താനുള്ള സാഹചര്യമുണ്ടായി. ഡിഫാക്റ്റോ കംപ്ലൈൻറ്റ്, അതായത് വിക്ടിമിൻ്റെ, അതിജീവിതയുടെ അഭിഭാഷകർ ആരും തന്നെ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. 3:30 ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം ഉണ്ടാകും. വൈകിട്ടോടുകൂടി ഇതിൻ്റെ വിധിയുടെ പകർപ്പ് പൂർണ്ണമായും സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യും, അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആകും. അതിനുശേഷം ഈ വിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളത്.